ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കീം ഇഷ്യൂ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കത്തി നിൽക്കുകയാണ്. 15-ാം തീയതി വീഡിയോ ഇടുന്നതിൻ്റെ അന്ന് തന്നെ 15-ാം തീയതി സ്റ്റേറ്റ് കുട്ടികളുടെ കേസ് സുപ്രീം കോർട്ടിൽ ഹിയറിംഗ് ആണ്. ഇപ്പോൾ 45-ാമത്തോ കേസോ മറ്റുമാണ്. അതിന് കൗണ്ടർ കേസായിട്ട് CBSE കൊടുത്തിട്ടുണ്ട്. CBSEയുടെ വാദം കേൾക്കാതെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കരുതെന്ന് പറഞ്ഞ്. സോ ഇന്ന് നമ്മുടെ അജ്മൽ സാറ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ വീഡിയോ കാണാത്തവർക്കായിട്ടും ആ വീഡിയോയിൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ടും സാറ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. അതിൽ തൊട്ട് അവസാനം വരെ കാണുക. നമ്മുടെ ഗവൺമെന്റ് എൻട്രൻസ് കമ്മീഷണർ ഇത്രയും നാൾ നമ്മളെ ചതിച്ചുകൊണ്ടിരുന്നതിൽ വേറും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം അറിയണം. വേറെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഗവൺമെന്റും കമ്മീഷനൊക്കെ ഇത്ര മണ്ടന്മാരാണോ എന്നാണ് എനിക്ക് തോന്നിയത്. ഇത്രയും പൊട്ടന്മാരാണോ എന്ന്. കാര്യം ഇത്രയും കുട്ടികൾ എഴുതുന്ന ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം വേറെ ലാഘവത്തോടെയാണ് അവർ കാണുന്നത്. ഓൾമോസ്റ്റ് 10,000 കണക്കിന്, ഓൾമോസ്റ്റ് ഈ വർഷം തന്നെ 80,000 മറ്റോ കുട്ടികൾ എഴുതിയ എക്സാമാണ്. സോ നമുക്ക് ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാൻ കേട്ടോ. ഒരു സ്റ്റേറ്റ് വേഴ്സസ് CBSE വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല ഇത്. നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, CBSE സിലബസ് ആവട്ടെ, ICSE സിലബസ് ആവട്ടെ, നിങ്ങളെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതും അതിലുള്ള ചില ലൂസൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇപ്പൊ എനിക്ക് പലപ്പോഴുള്ള പരാതി എന്നുള്ളത് എന്നെ ഒരു CBSE ചാരനാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റുകാർക്ക് സന്തോഷിക്കാനും സ്റ്റേറ്റുകാർക്ക് ദുഃഖിക്കാനും, CBSEക്കാർക്ക് സന്തോഷിക്കാനും CBSEക്കാർക്ക് ദുഃഖിക്കാനും. അപ്പോൾ സാറ് പറയുന്ന സാറിന് എല്ലാവരും കൂടെ ഒരു CBSE ചാനലാക്കിയതാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് വെച്ചാൽ, സാർ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ CBSE കുട്ടികളുടെ അടുത്ത് ഒരു മുൻഗണന തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സാറിന് ഒരു CBSE കുട്ടികളുടെ കാര്യം വരുമ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറേ അജ്മൽ സാർ ഫാൻസാണ് അവർ ചോദിക്കുന്നത് സ്റ്റേറ്റ് കുട്ടികളായിട്ട് ഇടപെടുന്നില്ലേ. സോ ഞാൻ പറയാം, കഴിഞ്ഞ വർഷം സ്റ്റേറ്റുകാരുടെ ഇതേ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് റിയാക്ട് ചെയ്ത ചാനലുകളൊന്ന് തന്നെയാണ് അൺലിമിറ്റഡ് അജ്മൽ സാറിന്റെ ചാനൽ. പക്ഷേ ഇപ്പോഴും സാറ് CBSE അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് കുട്ടികൾക്ക് ഒരു കാര്യം സാർ വീഡിയോ എല്ലാം ചെയ്തു, അതിനെക്കുറിച്ച് സംസാരിച്ചു, ഓക്കെ. പക്ഷെ ഇത്തവണ CBSE കുട്ടികൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ സാറായിട്ട് ഒരു ആക്ഷൻ എടുത്തു. എൻ്റെ ഒരു ഒപ്പീനിയനിൽ CBSE കുട്ടികൾ കേസിന് പോവാനും അതിനെല്ലാത്തിനും ഒരു കാരണക്കാരനായി നിന്നത് അജ്മൽ സാറാണ്. സോ CBSE കുട്ടികൾ അറിയില്ലടാ, സാറിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. സോ നമുക്ക് എന്തായാലും സാർ, പക്ഷേ ഈ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. സോ എല്ലാവരും ഒന്ന് കാണുക. ബാക്കി നമുക്ക് അതിലോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇപ്പൊ പൊതുവെ വരുന്ന ഒരു ഡിസ്കഷനാണ്. CBSEയുടെ നാഷണൽ ആവറേജ് അല്ല പരിഗണിക്കുന്നത്, നേരെ മറിച്ച് നാഷണൽ ആവറേജ് ആണ് പരിഗണിക്കുന്നത്, നേരെ മറിച്ച് കേരളത്തിലെ മാത്രം ആവറേജ് അല്ല എന്നുള്ളത്. എന്താണ് ഫവാസ്, നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് നമുക്കൊന്ന് അതിലുള്ളത് ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാഷണൽ ആവറേജ് എടുക്കുമ്പോൾ പാസ് പെർസെന്റേജ് ഒരു 88% ആണ് പാസ് പെർസെന്റേജ്. ഇനി നമ്മള് സ്റ്റേറ്റ് കേരളത്തിന്റെ എത്തുമ്പോൾ ഇത് 99% 99 എബോവ് ആണ് ഉള്ളത്. ഇതിലാണെന്നുണ്ടെങ്കിൽ 88%. അതായത് ഒരു 11% ആളുകൾ അധികം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കേരളത്തിൽ പാസ് ചെയ്തിട്ടുണ്ട്. പാസ് ചെയ്യാൻ മിനിമം എത്ര പെർസെന്റേജ്? 33%, 35% മാർക്കാണ് CBSE വേണ്ടത്. അതായത് ആ 35% എടുക്കുമ്പോൾ തന്നെ നമ്മുടെ നാഷണൽ ആവറേജും സ്റ്റേറ്റ് ആവറേജും എടുക്കുമ്പോൾ ഒരു മിനിമം ഒരു 12 മാർക്കിന്റെ വ്യത്യാസം എന്ത് ചെയ്യും, വരും. കണ്ടോടാ, ഇത് ഈ ഒരു സാധനം ഇപ്പൊ സാറ് പറയുന്നതിന് മുന്നേ തന്നെ പൊങ്ങി വന്നൊരു സാധനമാണ്. കീം എന്ന് വെച്ചാൽ എന്താണ്? കീം എന്ന് വെച്ചാൽ ഒരു കേരളത്തിന്റെ എൻട്രൻസ് ആണ്. കേരളത്തിലെ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാവുന്നതിനുള്ള ഒരു എൻട്രൻസ് ആണ് കീം. സോ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും കീമിന് CBSEക്കാരുടെ ആവറേജ് കേരളത്തിലെ ആവറേജ് എടുക്കണോ ഓൾ ഇന്ത്യ ആവറേജ് എടുക്കണോ? കേരളത്തിലെ ആവറേജ് ആണ് എടുക്കാനുള്ളത്. ഇത്രയും വർഷങ്ങളായിട്ട് CBSEക്കാരൊക്കെ ഓൾ ഇന്ത്യ ആവറേജ് ആണ് എടുക്കുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ കാണാം, ഓൾ ഇന്ത്യ ആവറേജ് എന്ന് പറയുന്നത് വെറും 88% ഉള്ളൂ. കേരളത്തിൽ CBSEക്ക് എത്ര എക്സാം ടഫ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പാസ് പെർസെന്റേജ് ഉണ്ട്, 99+ പാസ് പെർസെന്റേജ് കേരളത്തിലുണ്ട്. സോ 12 മാർക്കിന്റെ വ്യത്യാസമാണ് വരുന്നത്. സോ ഇത്തവണ 20 കൂട്ടിയെടുത്ത് കേരളത്തിലെ ആവറേജ് എടുത്തിരുന്നെങ്കിൽ വേറെ 8 മാർക്ക് മാത്രമേ CBSEക്കാർക്ക് കൂട്ടി കിട്ടുമായിരുന്നുള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
സ്കീം എന്ന് പറയുന്നത് കേരളത്തിലെ എൻട്രൻസ് ആണ്. സോ കേരളത്തിലെ ആവറേജ് എടുത്താൽ മതി. ഓൾ ഇന്ത്യയുടെ ആവറേജ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു സാമാന്യ ബോധമുള്ള ആരൊക്കെ മനസ്സിലാവും. എന്നിട്ടും സിഇക്കോ ഗവൺമെന്റിന് മനസ്സിലായില്ലെന്നാണ്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഡയറ്റ് ഇപ്പം നാഷണൽ ആവറേജ് അല്ല സ്റ്റേറ്റ് ആവറേജ് ഇല്ല എന്നുള്ളൊരു അവസ്ഥ. എന്തുകൊണ്ടായിരിക്കും അവർ ഈ നാഷണൽ ആവറേജ് എടുക്കാനുള്ള റീസൺ എന്നുള്ളത്? മിക്കവാറും അതിന്റെ ഡേറ്റ അവൈലബിലിറ്റി ആവാം. എനിക്ക് തോന്നുന്നതില്ലേ ഒരു ട്രിവാൻഡ്രം റീജിയന്റെ മാത്രം ഡേറ്റ എന്നുള്ളത് മേ ബി ഇവർക്ക് അവൈലബിൾ അല്ല. പക്ഷേ സിഇ പോലത്തെ ഒരു അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഒന്ന് സോഴ്സ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായി തോന്നി. ഡേറ്റ അവൈലബിലിറ്റി വിചാരിച്ച കേരളത്തിലെ കുട്ടികളുടെ CBSE ആവറേജിന്റെ ഡേറ്റ അവൈലബിലിറ്റി കിട്ടില്ല. കിട്ടാത്തതോ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാത്തതോ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. സോ നമുക്ക് അടുത്ത് നോക്കാം. +20 കിട്ടി എന്നുള്ളതാണല്ലോ പറയുന്നത്. ഈ +20 എന്നുള്ളത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഇവിടെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 300-ൽ എത്ര മാർക്കാണ്? ഒരു 289 മാർക്കാണെന്ന് വിചാരിക്കുക. CBSEയിൽ നിങ്ങളുടേത് അത് ആഡ് ചെയ്തിട്ട് എത്ര ആവും? 300 ഔട്ട് ഓഫ് 300 ആവും. ഇനി നിങ്ങൾക്ക് 289 പകരം 299 ആണെന്ന് വിചാരിക്കുക. 299 ഔട്ട് ഓഫ് 300. CBSEക്കാർക്ക് അത് ആഡ് ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിരുമ്പോൾ വീണ്ടും 300 ഔട്ട് ഓഫ് 300 ആവും. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. കാരണം എങ്ങനെയാണ് 289ഉം 299 മാർക്ക് CBSEയിൽ അടുത്ത CBSE കുട്ടികളുടെ ഇടയിൽ നടന്ന ഒരു അൺഫെയർ ആണ്. CBSE കുട്ടികൾക്ക് ഓൾമോസ്റ്റ് 20 മാർക്സ് കൂട്ടിയിട്ടുണ്ട് ഈ ഇയർ എഴുതിയവർക്ക്. 20 മാർക്ക് 300 ഔട്ട് ഓഫ് 300 മേടിച്ച കുട്ടിയുണ്ട് CBSEയിൽ. അയാൾക്ക് എങ്ങനെ 20 മാർക്ക് ആടാകത്തില്ല. അതേസമയം 300-ൽ 280 മേടിച്ച കുട്ടിക്ക് 20 മാർക്ക് ആഡ് ചെയ്ത് 300 ഔട്ട് ഓഫ് 300 ആവും. ഏത് വകയിലാണ് 300-ൽ 280 മേടിച്ച ഒരാളും 300-ൽ 300 മേടിച്ച ഒരാൾ ഈക്വലാവുന്നത്? അതൊരു അൺഫെയർ അല്ലേ? ഡെഫിനറ്റ്ലി അൺഫെയർ ആണ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് +2-ന് 300-ൽ 300 ഉണ്ട് CBSE. കീം എക്സാമിനാവട്ടെ ഒരു 150 മാർക്ക് കൂട്ടിക്കോ. വേറൊരു കുട്ടി, ആ കുട്ടിക്ക് 300-ൽ 280 മാർക്കാണ് ബോർഡ് എക്സാമിന്. ആ കുട്ടിയുടെ എൻട്രൻസ് മാർക്ക് എന്ന് പറയുന്നത് 151. എൻട്രൻസിന് 1 മാർക്കും കൂടി കൂടുതൽ മറ്റേ കാട്ടി. പക്ഷെ ആ കുട്ടിക്ക് +20 വരുമ്പോൾ 300 ഔട്ട് ഓഫ് 300 ആയി. ഈ 1 മാർക്കിന്റെ അഡ്വാൻറ്റേജും കൂട്ടി മറ്റേ കുട്ടിയേക്കാൾ മുന്നിലെത്തുന്നത് ആ കുട്ടിയായിരിക്കും. സോ 300-ൽ 300 മേടിച്ച ഒരാളും 300-ൽ 280 മേടിച്ച ഒരാൾ എങ്ങനെയാണ് ഈക്വലാവുന്നത്? വെറും ഞാൻ പറഞ്ഞ ഫെയർ രീതിയിലായിരിക്കും. സോ അടുത്ത് നോക്കാം. CBSE സ്റ്റുഡന്റിനെ എടുക്കാം. ഈ CBSE സ്റ്റുഡന്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പേപ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഫിസിക്സിൽ അയാൾക്ക് 87 ആണ് കിട്ടിയിട്ടുള്ളത്. കെമിസ്ട്രിയിൽ 98 ആണ് കിട്ടിയിട്ടുള്ളത് വിചാരിക്കുക. മാത്സിൽ ഒരു 97 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 87 മേ ബി അയാളെ നോർമലൈസ്ഡ് സ്റ്റാൻഡർഡൈസ്ഡ് സ്കോർ വരുമ്പോൾ മേ ബി 87 എന്താവും? ഒരു 93 ആയി മാറും വിചാരിക്കുക. കെമിസ്ട്രി 98 ഉള്ളത് 104 ആവും വിചാരിക്കുക. ആൻഡ് മാത്സ് 97 ഉള്ളത് വീണ്ടും ഒരു 104 ആവും വിചാരിക്കുക. ഓക്കെ, ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ ബേസിക്കലി 200, 290, 301 ആവും. ഈ 301 CE എന്ത് ചെയ്യും? ഈ 301 CE എന്താക്കി മാറ്റും? 300 വെച്ച് കട്ട് ഓഫ് ചെയ്യും. ഇത് നോക്കണം. അടുത്ത പോയിന്റ്, ഇതൊക്കെ എന്ത് വെറും മണ്ടത്തരമാണെന്ന് നോക്കിയേ. ഒന്നാമത്തെ കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, എനിക്ക് 20 മാർക്ക് ആഡ് ചെയ്ത് തന്നത് 20 മാർക്ക് നിങ്ങൾക്ക് എത്രയാണോ കുറവ് അങ്ങനെ 20 മാർക്ക് അല്ല, സബ്ജക്റ്റ് വൈസ് ആണ് 20 മാർക്ക് ആഡ് ആക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഫിസിക്സിന് 87 കിട്ടിയ ഒരാളുടെ സ്റ്റാൻഡർഡൈസ് എക്സാമ്പിളാണ്, സ്റ്റാൻഡർഡൈസ് ചെയ്ത് 93 ആവും. കെമിസ്ട്രി 98-ന് 104 ആവും. 100 മാർക്കിന്റെ ഒരു പരീക്ഷ എങ്ങനെയാണ് 104-ലോട്ട് വരുന്നത്? സോ അങ്ങനെ ഒരിക്കലും 104-ലോട്ട് കൺവേർട്ട് ആക്കരുത്. 98 മാക്സിമം 100, അതിൽ കൂട്ടരുത്. സോ ഇവിടെ കൂട്ടുന്നുണ്ട്. എങ്ങനെയാണ് 100 മാർക്കിന്റെ ഒരു പരീക്ഷയ്ക്ക് 104 മാർക്ക് കിട്ടുന്നത്? ഓവറോൾ കൂട്ടുമ്പോൾ 301 അത് എഗെയിൻ കൺവേർട്ട് ചെയ്ത് 300-ലോട്ട് പോകുന്നുണ്ട്. എന്താ ഈ +2 മാർക്കേ ഇതിൽ നിന്ന് എടുത്ത് കളയാതെ വേറെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ആ ഫോർമുലയുടെ പ്രശ്നമല്ല, ആ ഫോർമുല ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. എങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. അടുത്ത് നോക്കാം.
കാര്യം എനിക്ക് വളരെ ഡിസിസീവ് ആയിട്ടുള്ള പ്രൂഫ് ഇല്ല. 2021 മുതലാണല്ലോ ഈ പ്രശ്നങ്ങളുള്ളത്. 2012 മുതൽ 2020 വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2021 പുതിയൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. 2021 ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 100-ൽ നിന്നും 120 ആവുന്നുണ്ട്. അത് ഈ ഫോർമുലയെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയല്ലേ? അതുണ്ട്. അതുകൊണ്ടാണ് ആ മീന് ഇപ്പൊ നോക്കാന്നുണ്ട്, ഡേറ്റ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ 2020 നിന്ന് 2021 എന്തുണ്ട്, മീന് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം ഒരു 64 മീന് കേരള സിലബസ് തന്നെ ഒരു 74 കൂടി. അപ്പൊ ഈ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കുറെ CBSE കുട്ടികൾ പറയുന്നുണ്ട് 360 മാർക്ക്, ഇത്രയും മാർക്ക്, റിട്ടേൺ 60 മാർക്കിലേ ഉള്ളൂ, ബാക്കി പ്രാക്ടിക്കലാണ്, C മാർക്കാണ്, അങ്ങനെയൊക്കെ സ്റ്റേറ്റുകാർക്ക് ചുമ്മാ മാർക്ക് കിട്ടുന്നുണ്ടാണ്. സോ അവര് അറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോ, അവർക്ക് അത് അഡ്വാൻറ്റേജ് അല്ല, ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഒരുവിധ പ്രാക്ടിക്കലൊക്കെ ഒരുവിധം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്, സിയും കിട്ടുന്നുണ്ട്. പക്ഷെ ആ 120 കൺവേർട്ട് ആകുമ്പോഴത്തേക്ക് അത് വരുന്ന ആ മീനെന്ന് പറയുന്നത് വലിയ ഹ്യൂജ് ആണ്. ആ ഹ്യൂജ് മീൻ വരുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റേറ്റ് കുട്ടികളുടെ മാർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. സോ അതൊരു അതൊരു സ്റ്റേറ്റ് കുട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് അല്ല, കോഴ്സ് അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഈ ടോട്ടല് 360 300 കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും. സോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ അജ്മൽ സാറ് നല്ലൊരു എഫേർട്ടാണ് എടുത്തേക്കുന്നത്. ഒരുപാട് നമുക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ചെലുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് എന്തിരുന്നൊക്കെ കഴിഞ്ഞ വർഷത്തെ ഇപ്പൊ കൊണ്ടുവന്ന തമിഴ്നാട് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നാൽ ഞാൻ യോജിക്കുന്ന ഒരാളല്ല. അത് ഓഫ്കോഴ്സ് അതിൽ അൺഫെയർ ഉണ്ട്. ഏത് സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല കൊണ്ടുവന്നാലും അതിൽ ഇനി എന്തിരുന്നൊക്കെ പറഞ്ഞാലും ഒരു ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ ഈ +2 മാർക്ക് ഇതിനടുത്ത് കളഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ അജ്മൽ സാറിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണുക. ഇത്രയും നേരം പറഞ്ഞതായിട്ടല്ല, ഒരുപാട് വേറെ കാര്യങ്ങൾ സാർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ